നഗരവാസികൾക്കായി വേറിട്ട ഫോട്ടോ പ്രദർശനം. തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരം സൃഷ്ടിക്കുന്ന അപകടക്കെണികൾ ഒപ്പിയെടുത്ത് നഗരവാസികൾക്കായി വേറിട്ട ഫോട്ടോ പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് നാച്ചുറൽ ഫോട്ടോഗ്രാഫി ക്ലബായ മീഡിയമേഴ്സ്. ജലസമാധി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഫോട്ടോ പ്രദർശനത്തിൽ ജോയി ഉമ്മൻ, ഗായത്രി അശോക്, ഉണ്ണി പാറശാല തുടങ്ങിയ നാച്ചുറൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാച്ചുറൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ നിർവഹിച്ചു. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, മറിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ നഗരത്തിന് ഉണ്ടാകുന്ന ദുരന്തങ്ങളും കൂടെ അതിന്റെ മറുവശവും കൂടെ നമ്മൾ സമൂഹത്തെ കാണിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഫോട്ടോഗ്രാഫി ക്ലബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായി ഈ മീഡിയമേഴ്സിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് നടത്തുന്നത്. നേരെ മറിച്ച് നമുക്ക് വേണ്ടത് ഒരു ആത്മപരിശോധനയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഇന്ന് ആമഴിഞ്ഞാൻ തോട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും മാലിന്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ സർക്കാരോ കോർപ്പറേഷൻ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കും ഈ ഓരോ ചിത്രങ്ങൾ. കാരണം ഈ ചിത്രങ്ങളിലെല്ലാം ഉറവിടം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രം ഉണ്ടായ വേസ്റ്റാണ്. പിന്നെ അത് സമൂഹ കാരണം, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, രണ്ടുനേരം കുളിക്കുകയും അവനവന്റെ വീട് മാത്രം സൗന്ദര്യമായി നിലനിർത്തുകയും വീടിന് പുറത്ത് എന്ത് നടന്നാലും വലിച്ചെറിയുന്ന ആ ഒരു പ്രവണതയെ കുറിച്ചുകൂടെ ഈ ചിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. അത്തരത്തില് ഈ ചിത്ര പ്രദർശനം ഇന്ന് ഈ സ്ട്രീറ്റിൽ തന്നെ വയ്ക്കാൻ കാരണം ഇത് സാധാരണ മനുഷ്യർ കാണണമെന്നുള്ളതുകൊണ്ടാണ്. കാരണം അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ കൂടെ. നാളെ ഇത് തിരുവനന്തപുരത്തുള്ള കളിലും കൊണ്ടുപോയി അടുത്ത തലമുറയെ കൂടെ ബോധവൽക്കരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടെ മീഡിയമേഴ്സ് നേച്ചർ ക്ലബ് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ അമേരിക്കയിൽ പോകുന്ന ലണ്ടനിൽ പോകുന്ന അവിടെ കത്തുകളിലൊക്കെ പോകുന്നു.